തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. സഖ്യം നേതാക്കളുടെ അറിവോടെ സഖ്യമുണ്ടാക്കിയത് ഡി.സി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ്. കർശന നടപടിക്കൊരുങ്ങുകയാണ് ഡി.സി.സി. സൂരജ് സജീവനങ്ങളുമായി ചേരുകയാണ്. സൂരജ്, ബി.ജെ.പിയുമായുള്ള ഒരു സഖ്യം, ആ സഖ്യത്തിന് വേണ്ടി രാജ്യനാടകം വിശദീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കോൺഗ്രസിന്. എന്താണ് മറ്റത്തൂരിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ എന്താണ് ഇനി ഡി.സി.സിയുടെ തുടർ നടപടി? അതിൽ 24-ന്റെ ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആണ് പുറത്തു വരുന്നത്. മറ്റത്തൂരിലെ സഖ്യം അത് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ എന്ന ഡി.സി.സി സ്ഥിരീകരിക്കുകയാണ്. ഡി.സി.സി കർശന നടപടിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിനോടകം തന്നെ കെ.പി.സി.സി ഡി.സി.സിയോട് വിശദീകരണം അടക്കം തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക റിപ്പോർട്ടടക്കം ഡി.സി.സി ഇതിനോടകം കെ.പി.സി.സി സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ടി.എം. ചന്ദ്രനാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നുള്ളതാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഷാഫി കല്ലൂപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ 8 അംഗങ്ങളെ അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ബി.ജെ.പിയുമായി ധാരണയുണ്ടാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരിലടക്കം കോൺഗ്രസ് 3-ാം സ്ഥാനം പോയിരുന്നു. ഇത് അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്ന സഖ്യമാണ്. അതുകൊണ്ടാണ് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് ഇപ്പോൾ ഡി.സി.സി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം കാണാം. ഏത് സാഹചര്യത്തിലാണ് ഒരു അട്ടിമറിയിലേക്ക് പോയതെന്നാണ് കാണുന്നത്? അട്ടിമറിക്ക് പോയി എന്ന് പറയുന്നത് ഇവിടെ ടി.എം. ചന്ദ്രൻ കാലങ്ങളായി കുതിരക്കച്ചവടം നടത്തുന്ന പരിപാടിയായിരുന്നു. ഡി.സി.സി സെക്രട്ടറിയായ ടി.എം. ചന്ദ്രൻ ഇത്രയും നാൾ കോൺഗ്രസ്സുകാരെ വിറ്റ് കാശ് മേടിക്കുന്ന പരിപാടിയായിരുന്നു. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അംഗങ്ങളും വഞ്ചിച്ചു. അല്ല, ഈ വിഷയത്തിൽ ഇവിടെ ഡി.സി.സി സെക്രട്ടറിക്ക് നിരവധി പരാതികൾ കെ.പി.സി.സിയിലും ഡി.സി.സിയിലും ഉള്ളതാണ്. കാരണം ഇദ്ദേഹം ഇവിടെ ആർ.എസ്.എസുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകളും ചർച്ചകളും മുന്നേ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടിയുടെ പരാതി ഓൾറെഡി ഡി.സി.സിയിലും കെ.പി.സിയിലുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പാർട്ടിയുടെ വോട്ട് വാങ്ങി അല്ലെങ്കിൽ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് പാർട്ടിയോട് അനുവാദം വാങ്ങിയതാണ് ഇന്ന് ബി.ജെ.പിക്ക് നമ്മുടെ പാർട്ടിക്കാരെ രാജിവെച്ച് ബി.ജെ.പിക്ക് കീഴടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ ഡി.സി.സി സെക്രട്ടറി ടി.എം. ചന്ദ്രനും ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ്. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. ഇതിന് ശക്തമായ പ്രതിഷേധങ്ങളും ഈ മണ്ഡലത്തിൽ ഞങ്ങൾ പോരാടും. ഇതിൽ എന്തായാലും ഇത് സംബന്ധിച്ച് ഈ വിപ്പ് അടക്കം ഇന്നലെ ഡി.സി.സിയിൽ നിന്ന് നൽകിയതാണ്. പക്ഷെ ആ വിപ്പ് വിതരണം ചെയ്തില്ല. ഓരോ പഞ്ചായത്തുകൾക്കും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഈ വിപ്പ് എഴുതി നൽകണമെന്ന് നിർദ്ദേശിച്ചാണ് ഡി.സി.സി വിപ്പ് നൽകിയത്. പക്ഷേ ആ വിപ്പ് അടക്കം എഴുതി നൽകാതെ ഒരു അട്ടിമറിയിലേക്ക് കൊണ്ടുപോയത് ഈ നേതാക്കളുടെ അറിവോടുകൂടി എന്നുള്ളതാണ് ഡി.സി.സി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 നേതാക്കൾക്കെതിരെ കർശന നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം നടപടി ഉണ്ടാകുമെന്ന് ഒരു കണക്ക് കൂട്ടുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് യു.ഡി.എഫിനെ സംബന്ധിച്ച് 8 സീറ്റുകളായിരുന്നു ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2 വിമതരും ജയിച്ചു. 10 സീറ്റുകൾ യു.ഡി.എഫിന് അനുകൂലമായി ഉണ്ടായിരുന്നു. ഇതിൽ 8 പേരാണ് രാവിലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകുന്നത്. അതിന് പിന്നാലെ ഇവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വിമതയെ മത്സരിപ്പിക്കുന്നു. ടെസ്സി എന്ന വിമതയെ മത്സരിപ്പിക്കുകയായിരുന്നു. ഈ ടെസ്സിയെ ഇന്നലെ അടക്കം പാർട്ടി തിരിച്ചെടുത്തതാണ്. പക്ഷേ ഈ വിമതയെ മത്സരിപ്പിക്കുന്നു. ആ സമയത്ത് 4 ബി.ജെ.പി അംഗങ്ങൾ ഇവരെ പിന്തുണയ്ക്കുകയായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഈ 8 അംഗങ്ങളെ അടക്കം ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോയി ബി.ജെ.പിയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടിയിലേക്ക് പോകാനാണ് ഇപ്പോൾ ഡി.സി.സി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതില്ല. തൃശൂർ മറ്റത്തൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ആൾ പഞ്ചായത്ത് പ്രസിഡന്റായതിനെതിരെ അത് പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെ എന്നാണ് ഇപ്പോൾ ഡി.സി.സി കണ്ടെത്തിയിരിക്കുന്നത്. കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് സൂരജ് സജി തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.